വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ തിരുവചനങ്ങൾ. ഈശോയുടെ പ്രസ്താവനയിൽ യഹൂദർ കൂടുതൽ കോപാകുലരായി അവിടുത്തെ വധിക്കുവാൻ ആലോചിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഈശോ 2 തെറ്റുകൾ ചെയ്തിരിക്കുന്നു. സാബത്ത് ലംഘിച്ചു, ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചു. ഇത് തുടർന്ന് വരുന്ന സംവാദ പ്രഭാഷണത്തിന് കളമൊരുക്കുകയാണ്. പ്രവൃത്തിയിലും സ്നേഹത്തിലും ആദരവിലും പിതാവും പുത്രനും തമ്മിലുള്ള തുല്യതയും ഐക്യവും ഈശോ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. വചനത്തിന് അനുയോജ്യമായ പ്രത്യുത്തരം നൽകുന്നവരിലാണ് ദൈവവചന ഫലമുളവാക്കുക. എൻ്റെ വചനം കേൾക്കുകയും ഞാൻ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു. വചനം ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെയും സ്വരമാണെങ്കിൽ ആ സ്വരം കേൾക്കാൻ ഉതകുന്ന ശ്രവണ മനോഭാവമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുകയും സ്വീകരണ മനോഭാവത്തോടെ അവിടുത്തെ സ്വരം കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് ജീവദായകമായി തീരും. നമ്മെ ജീവിയുടെ കർത്താവായ ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ.